ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി അർജന്റീന. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് കീഴടക്കിയാണ് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. 2 ഗോളുകൾക്ക് പുറകിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീനയുടെ തിരിച്ചുവരവ്. പരാജയം മുഖാമുഖം കണ്ട നിമിഷം, മുൻ ലോക ചാമ്പ്യന്മാർ തലകുനിച്ചു മടങ്ങുമെന്ന് വിമർശകർ വിധി എഴുതിയ നിമിഷം. പക്ഷേ തോറ്റുമടങ്ങില്ലെന്ന മിശിഹയുടെ നിശ്ചയദാർഢ്യം സമ്മാനിച്ചത് മറ്റൊരു ആവേശ പോരാട്ടം. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഫൈനലിനോളം പോകുന്ന ആവേശ പോരാട്ടത്തിന്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ മികച്ച തിരിച്ചുവരവുകളിലൊന്നായിരുന്നു അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൽ കണ്ടത്. മത്സരത്തിന്റെ അവസാന 11 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചുകൂട്ടിയാണ് അർജന്റീന ക്വാർട്ടറിലേക്ക് കടന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയത് ഈജിപ്റ്റ് ആയിരുന്നു. 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമിലൂടെ ഈജിപ്റ്റ് അക്കൗണ്ട് തുറന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ടാഗ്ലിയാഫിക്കോയെ ബോക്സിൽ വീഴ്ത്തിയതിന് അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു. പക്ഷേ കിക്കെടുത്ത ലയണൽ മെസ്സിക്ക് പിഴച്ചു. ഈ ലോകകപ്പിൽ മെസ്സി നഷ്ടപ്പെടുത്തുന്ന 2ാമത്തെ പെനാൽറ്റിയായിരുന്നു ഇത്. ഈജിപ്ത് ഗോൾ കീപ്പർ മുസ്തഫ ഷൊബൈറിന്റെ അവിശ്വസനീയമായ സേവുകൾ കൂടിയായപ്പോൾ അർജന്റീന കടുത്ത പ്രതിരോധത്തിലായി. 2ാം പകുതിയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇരു ടീമുകളും കളം നിറഞ്ഞു. 67-ാം മിനിറ്റിൽ മുസ്തഫ സിക്കോയിലൂടെ ഈജിപ്ത് 2ാമത്തെ ഗോളും സ്വന്തമാക്കി. അങ്ങനെ കണ്ണീരോടെ മടങ്ങിയ വമ്പന്മാരുടെ പട്ടികയിലേക്ക് അർജന്റീനയും എന്ന് വിമർശകർ വിധി എഴുതിയപ്പോഴതാ 79-ാം മിനിറ്റിൽ അർജന്റീനയുടെ ആദ്യ മറുപടി. ക്രിസ്റ്റ്യൻ റൊമേരോയാണ് ആദ്യ ഗോൾ നേടിയത്. ഈ ഗോളോടെ അർജന്റീനയ്ക്ക് ജീവൻ വെച്ചു. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. അങ്ങനെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗതാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ച സമയത്താണ് മെസ്സിപ്പട വിജയ ഗോൾ സ്വന്തമാക്കിയത്. ഈ മത്സരത്തിലെ ഗോൾ നേട്ടത്തോടെ തുടർച്ചയായ 9 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡാണ് അർജന്റീനയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.